എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാൻലി റീതാമ്മയോട് പറയുന്നുണ്ട്, 24 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഞാൻ റീതാമ്മയോട് പറഞ്ഞത്. അന്ന് എൽസമ്മ എൻ്റെ ഭാര്യയല്ല, എനിക്ക് മക്കളുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് നടന്ന കാര്യങ്ങളൊന്നും ഇനി തിരിച്ചെടുക്കാനും പറ്റുന്നതല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നു. അന്നേരം റീതാമ്മ പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ വിടും എന്ന് സ്റ്റാൻലി കരുതണ്ട. പുളിക്ക് തറവാട് അങ്ങനെ കുറച്ചൊന്നും കാണണ്ട സ്റ്റാൻലി. അവിടെ ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്. ഞങ്ങൾക്ക് 4 ആങ്ങളമാരുണ്ട്. അവർ ചോദിക്കും, അവരോട് മറുപടി പറയേണ്ടി വരും സ്റ്റാൻലി. ഈ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പേരിൽ എൽസമ്മയ്ക്കും മക്കൾക്കും ഉണ്ടായ നാണക്കേടിന് സ്റ്റാൻലി മറുപടി പറയേണ്ടി വരും. ഈ പെണ്ണ് ഇങ്ങോട്ട് അവകാശവാദം ഉന്നയിക്കാതെ അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരു കാര്യവും സ്റ്റാൻലിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, റീതമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അന്ന് നടന്ന കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് അതില്ലാതാക്കാനും സാധിക്കുകയില്ല. അലീനയുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലിയുടെ പേരും നിങ്ങൾക്ക് വെട്ടിമാറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങ് ചെയ്തോ എന്ന് പറയുന്നു. അന്നേരം റീതാമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞത് സ്റ്റാൻലിയുടെ ന്യായമാണ്, പക്ഷേ മാന്യന്മാർക്ക് ഞങ്ങളുടെ ഭാഗത്ത് ന്യായം കാണാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് പോയിട്ട് എൻ്റെ 4 ആങ്ങളമാരെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ കൂടെ വേറെയും ആൾക്കാർ കാണും. ഇവിടെ പള്ളിയും പട്ടക്കാരും ഒക്കെ ഉള്ളതാണല്ലോ, അവർക്ക് തീരുമാനിക്കട്ടെ ഇതിൻ്റെ അകത്ത് ഏതാ ശരി എന്നൊക്കെ പറഞ്ഞൊന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോകാൻ തുടങ്ങുന്നത്. എന്നിട്ട് ടെൽസിനും വാ മോളെ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കുമ്പം കൊച്ച് ഞാനിവിടെ ഇരിക്കുവാണ് എന്ന് പറഞ്ഞ് ഇരിക്കുവാണേ. അന്നേരം നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ടോ, ഈ അപ്പൻ്റെ മകളായിട്ട് പിറന്നതാണ് നിൻ്റെയൊക്കെ ശാപം എന്നൂടെ പറയുമ്പോഴേക്കും ആകെ ദേഷ്യം വന്നിട്ട് സ്റ്റാൻലി, റീതാമ്മ ഇനി ഒരക്ഷരം ഈ റൂമിൽ നിന്ന് മിണ്ടരുത്, ഇറങ്ങിപ്പോയിക്കോണം എന്ന് പറയുന്നു. അന്നേരം ഞാൻ പോകുവാണ്, പക്ഷേ ഇനിയും തിരിച്ചു വരും, അന്ന് പലതിനും സ്റ്റാൻലി മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അവിടുന്ന് അവരിറങ്ങിപ്പോരുമ്പോൾ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ സ്റ്റാൻലി. സ്റ്റാൻലിക്ക് റീതാമ്മ കണ്ണെടുത്ത് കണ്ടുവിടുക. സ്റ്റാൻലിയുടെ ജീവിതം തകർത്തത് തന്നെ ഈ സ്ത്രീയാണ്. ഏതായാലും അവരവിടുന്ന് നേരെ താഴോട്ട് വരുന്നു. എന്നിട്ട് ആൻ്റപ്പനോട് ചോദിക്കും, പൗലോസ് എന്തിയെന്ന്. അവൻ അടുക്കളയിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അവനെ ഒന്ന് കാണണം, വിളിച്ചേ എന്ന് പറയുവാണ്. അന്നേരം ആൻ്റപ്പൻ പൗലോസിനെ വിളിക്കുന്നു. എന്നിട്ട് പൗലോസ് വന്നു കഴിയുമ്പം പൗലോസിനോടാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ റീതാമ്മ ചോദിക്കുന്നത്. ആൻ്റപ്പനോട് ചോദിച്ചാൽ ആൻ്റപ്പൻ പറയും, എനിക്കറിയത്തില്ല, അത് കേണൽ സാബ് പറയും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവേ. ഏതായാലും പൗലോസിനോട് ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവൾ ഇത്തിരി കില്ലാടിയാണ്, അവൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അടുക്കള പിടിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, പക്ഷെ ഒരു ഇഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല, പലപ്പോഴും പോടി പുല്ലേ എന്ന് പറയാൻ വരെ എനിക്ക് തോന്നിയതാണ്. പിന്നെ കേണൽ സാബിനെ വിചാരിച്ചാണ് ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറയുമ്പം റീതാമ്മ പറയുക, എടാ നീയല്ലേ അവൾക്കൂടെ വെച്ച് വിളമ്പി കൊടുക്കുന്നത്, ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ, ആ ഭക്ഷണത്തിൽ കുറച്ച് പാഷാണോ അല്ലെങ്കിൽ കുറച്ച് വിമ്മോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അത് ചത്തുപോയിട്ട് വേണം ഞാൻ അതിൻ്റെ പുറകെ തൂങ്ങാൻ, കൊള്ളാലോ എന്നിങ്ങനെ പറയുമ്പം ചാകാൻ പാകത്തിനിടണ്ട, അവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് അടിക്കാൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി എന്ന് പറയുന്നു. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, അത് ചെറിയ പുള്ളിയൊന്നുമല്ല, എൻ്റെ അടുത്ത് അധികാരം സ്ഥാപിക്കാനും പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചതാണ് അവൾ, പക്ഷേ ഞാൻ ഇതുവരെ വിട്ടു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം റീതാമ്മ പറയുന്നുണ്ട്, നീ തഞ്ചത്തിൽ നിന്നോണം, ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ നീയേ ഒരു മാർഗ്ഗമുള്ളൂ, വേറെ ആരും പറഞ്ഞ് എനിക്കറിയാൻ സാധിക്കുകയില്ല. ആൻ്റപ്പനോട് ചോദിച്ചാൽ അന്നേരമല്ല ആൻ്റപ്പൻ എനിക്കറിയത്തില്ല എന്ന് പറയും. അങ്ങനെയാകുമ്പം ഒരു ശല്യവും ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നത് എന്ന് ആൻ്റപ്പനോട് ചോദിക്കും. എന്നിട്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, ആരെയും ശല്യം ചെയ്യാറുമില്ല എന്ന് പറയുമ്പം റീതാമ്മ പറയുക ഗുണവും ഇല്ല എന്ന്. അത് കഴിഞ്ഞ് പൗലോസിനോട് എന്നാൽ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അവളെ ഒരുപാട് കാലമൊന്നും ഞാനിവിടെ വെച്ച് വാഴിക്കത്തില്ല എന്ന്. എന്നിട്ട് ആൻ്റപ്പനോട് ചോദിക്കും, അലീനയുടെ റൂം എവിടെയാണ്, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, കാണേണ്ട സൈസ് സാധനമോ, പോയി കാണുമെന്ന്. എന്തായാലും നേരെ അലീനയുടെ റൂമിൻ്റെ അങ്ങോട്ട് പോരുവാണ്. അന്നേരം ആ സ്റ്റെയർ കയറി വരുന്നത് അതാണ് റൂം എന്ന് ആൻ്റപ്പൻ പറയുമ്പം റീതാമ്മ ചോദിക്കുന്നുണ്ട്, അത് ഇവിടുത്തെ ഗസ്റ്റ് റൂമല്ലേ, അതാണ് അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതാണ് ആ കുട്ടിക്ക് കൊടുക്കാൻ കേണൽ സാബ് പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് ഇവർ കയറി ചെല്ലുന്നത് ആ മോള് പോയി ടെൽസ് പോയി ആ റൂമിൽ കിടന്ന് ഇടിക്കുക, പെട്ടെന്ന് റൂം തുറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക. അന്നേരം റീതാമ്മ ഒന്ന് മര്യാദയ്ക്കിരിക്കും വെച്ചേ എന്ന് പറയുമ്പം തിരിഞ്ഞിങ്ങനെ സൂക്ഷിച്ച് നോക്കും. എന്നിട്ട് പിന്നെയും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന റൂം തുറന്ന് പുറത്തേക്ക് വരും കേട്ടോ. അലീന കുളിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഇറങ്ങി വന്ന് മോളെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു. മോളും ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കും. അന്നേരം ആരാ എനിക്ക് മനസ്സിലായില്ല എന്ന് അലീന പറയുമ്പം ടെൽസമോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ പപ്പയില്ലേ, പപ്പയുടെ മോളാ, പപ്പയെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ ഞാനും ഇവിടുത്തെ പപ്പയുടെ മോളാ എന്ന് പറയുമ്പോൾ ആണോ, അപ്പോൾ എൻ്റെ ചേച്ചിയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തോടെ ടെൽസ അലീനയുടെ കൈ പിടിക്കുന്നു. എന്നിട്ട് എനിക്കൊരു ഷെയ്ക്ക്
ഷെയ്ക്ക് ഹാൻഡ് തന്നേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുവാണ്. അന്നേരം ഇത് കാണുന്ന റീതാമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയില്ല. റീതാമ്മ ഇവിടുത്തെ പപ്പയുടെ മോള് ഇവിടുന്നങ്ങോട്ട് ഒരുത്തേ കൊണ്ട് താമസിപ്പിച്ചേക്കുവാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അന്നേരം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിനക്ക് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം, താമസിക്കാതെ നീ അറിയും, പിന്നെ ഒരു 90 ദിവസം അതിനകത്ത് നീ ഇവിടുന്ന് പോയിരിക്കും. റീതാമ്മയാണ് പറയുന്നത്. റീതാമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം അലീന ഇങ്ങനെ മനസ്സിലാകാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അന്നേരം റീതാമ്മ സ്റ്റാൻലിയുടെ സ്വത്ത് മോഹിച്ച് അതെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി വന്ന് കയറിയതല്ലേ നിനക്ക് ഞാൻ ശരിയാക്കി തരാം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഏതായാലും ഇത്രയൊക്കെ വെല്ലുവിളിച്ചിട്ട് റീതാമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു, ടെൽസ മോളുടെ കയ്യെ പിടിച്ചുകൊണ്ട്. അന്നേരം ഇതൊന്നും അങ്ങ് കറക്റ്റ് മനസ്സിലാകാത്തതുകൊണ്ട് അലീന എന്താ കാര്യം, എന്നെ ആരാണ് എന്നുള്ളതൊക്കെ ചോദിക്കുവാണ്. അന്നേരം ആൻ്റപ്പം പറയുന്നുണ്ട്, അതാണ് ഇവിടുത്തെ കേണൽ സാബിൻ്റെ ഭാര്യയുടെ ചേച്ചി റീതാമ്മ, ആ കൂടെ വന്നത് കേണൽ സാബിൻ്റെ മോളാണെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുമ്പം ആ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടായ സമയത്ത് ആ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് ആൻ്റപ്പം പറയും. അന്നേരം അലീന ചോദിക്കും, അതിനെ ആശുപത്രിയിലൊന്നും കാണിച്ചില്ലേ, ഡോക്ടറെ കാണിച്ചൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര് കാണിക്കാനാ, ആര് നോക്കാനാ എന്ന് ആൻ്റപ്പം പറയുക. അന്നേരം അലീന ചോദിക്കും, അതെന്താ അങ്ങനെ പറയുന്നത്, പപ്പയ്ക്ക് നോക്കത്തില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം എൻ്റെ കുഞ്ഞ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ മൊത്തത്തിൽ കുളമായി കിടക്കുന്ന കേസാണ് എന്ന് പറയുന്നു. അന്നേരം ആ കുഞ്ഞിനെ എനിക്ക് നന്നായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല, അവൾ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, ഒന്ന് ശരിക്കും കാണാനേ പറ്റിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അലീന അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. പുറകെ ആൻ്റപ്പനും ചെല്ലുന്നുണ്ട്. ഇവർ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് റീതാമ്മ പോയി വണ്ടി കയറാൻ തുടങ്ങും. പക്ഷേ ടെൽസ മോൾക്ക് പോകാൻ മടിയാണ്. അവൾ തിരിച്ച് കയറി നിൽക്കുവാണ് വരാന്തയിൽ. അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വാ ടെൽസ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, ഞാൻ പപ്പയുടെ കൂടെ ഇവിടെ നിന്നോളാം എന്ന് പറയും. അന്നേരം റീതാമ്മ ചോദിക്കും, ഇവിടെ നിന്ന് ആരാ നിന്നെ നോക്കുന്നത്, അവിടെയാണെങ്കിൽ ഞാനുണ്ട്, നിൻ്റെ അമ്മയുണ്ട് നിന്നെ നോക്കാൻ, നിനക്ക് സ്കൂളിൽ പോകണ്ടേ, അതൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടെയും സ്കൂളുണ്ടല്ലോ, ഞാൻ പപ്പയുടെ കൂടെ നിന്ന് സ്കൂളിൽ പോയിക്കോളാം എന്ന് പറയുമ്പം പപ്പ ഫുൾ ടൈം കുടിച്ച് കൂത്താടി നടക്കുന്നതിന് നിൻ്റെ പപ്പ നിന്നെ നോക്കുമോ എന്ന് ചോദിക്കുമ്പം പപ്പ ഇല്ലെങ്കിൽ ഇവിടെ ചേച്ചി ഉണ്ടല്ലോ, പപ്പയുടെ മോളാന്നല്ലേ പറഞ്ഞേ, അപ്പോൾ എൻ്റെയും ചേച്ചിയല്ലേ, ചേച്ചി എന്നെ നോക്കിക്കോളും എന്ന് പറയുവാണ്. അന്നേരം നീ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും, ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് റീതാമ്മ. അന്നേരം അലീന അങ്ങോട്ട് വരും. അന്നേരം അലീന പറയുന്നുണ്ട്, മോള് വേണേ ഇവിടെ ഒരു ദിവസം നിന്നോട്ടെ, ഞാൻ കൊണ്ടുവിട്ടോളാം ആൻറ്റീന്ന്. അന്നേരം നീ ആരാടി എന്നോട് സംസാരിക്കാൻ, എവിടുന്നാങ്ങാണ്ടും വന്ന് കയറി താമസിക്കുന്നു, നിനക്ക് ഞണ്ണാൻ കിട്ടുന്നുണ്ടെങ്കിൽ നീ അങ്ങ് ഞണ്ണിട്ടിരുന്നാൽ മതി, ഞങ്ങളുടെ കുടുംബത്തിൽ കയറി നീ അഭിപ്രായം പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് ദേഷ്യപ്പെട്ട് ടെൽസ മോളെ പിടിച്ചു വലിച്ച് എന്നുള്ള രീതിയിൽ വണ്ടി കയറ്റുന്നു. എന്നിട്ട് പോകുന്നതിന് മുമ്പ് അലീനയോട് പറയുന്നുണ്ട്, നീ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് കരുതി സമാധാനിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ ശല്യം ഇനി ഉണ്ടാകില്ല എന്നോർത്ത് സന്തോഷിക്കുകയും വേണ്ട, ഞാൻ ഇനിയും തിരിച്ചു വരും, ആ വരവ് ഇങ്ങനെ ആയിരിക്കുകയില്ല, 10-25 പേരും കൂട്ടിയേ ഞാൻ വരുവുള്ളൂ, ആ വരവിൽ നീ ഇവിടെ ഇല്ലെങ്കിൽ നിൻ്റെ ഭാഗ്യം എന്ന് നീ കരുതിയാൽ മതി, നോക്കിക്കോ, നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കിയിരിക്കും, കാണാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കുറേ സംസാരിച്ചിട്ടാണ് റീതാമ്മ അങ്ങോട്ട് പോകുന്നത്. റീതാമ്മ പോയി കഴിയുമ്പോൾ ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട് അലീനയ്ക്ക്. അത് കഴിഞ്ഞ് അലീന റൂമിലോട്ട് ചെല്ലുന്നു. ഈ സമയം സ്റ്റാൻലി അലീനയുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. സ്റ്റാൻലി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. സ്റ്റാൻലി റൂമിൽ വന്നതിന് ശേഷം അലീനയോട് ചോദിക്കും, ഇവിടെ ഒരു സ്ത്രീ വന്നില്ലേ, ആ സ്ത്രീ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം വന്നായിരുന്നു, വന്നിട്ട് എന്നോട് സംസാരിച്ചു, ഞാൻ ആരാണെന്ന് ചോദിച്ചു എന്നിങ്ങനെ പറയുക. അന്നേരം നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ സ്റ്റാൻലി പപ്പയുടെ മോളാണ് എന്ന് പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് അലീന അങ്ങനെ പറയാൻ പാടില്ലായിരുന്നോ പപ്പ എന്ന് ചോദിക്കുമ്പം പറയണം, കുറഞ്ഞത് ഒരു 7 തവണയെങ്കിലും പറയണം, എങ്കിലേ അവരുടെ തലയിൽ കയറുള്ളൂ, അവൾ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറയുമ്പം അതെങ്ങനെയാണ് പപ്പ, അതെന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി ചോദിക്കുകയാണ്, നിനക്ക് അവളുടെ പേരറിയാവോ എന്ന്. അന്നേരം റീതാമ്മ എന്ന് പറയണ കേട്ടു എന്ന് പറയുമ്പം അത് അവൾക്ക് അറിഞ്ഞിട്ട പേരാണ്. റീതാമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ, എല്ലായിടത്തും റീത്ത് വെക്കുന്നവൾ, അവൾക്ക് ആരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല, അവിടെ എല്ലാം പോയി അത് കുളവാക്കി അവിടെ റീത്ത് വെക്കും, അതാണ് അവളുടെ സ്വഭാവം എന്നൊക്കെ പറയുമ്പം അലീന ചോദിക്കും, അതെന്താ അങ്ങനെയെന്ന്. അന്നേരം അത് അങ്ങനെയാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും, പപ്പയുടെ ജീവിതം തകർത്തത് ഇവരാണോ എന്ന്. അന്നേരം അതെ എന്ന് പറയുമ്പോൾ അതെന്നെ പപ്പ അങ്ങനെയെന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയും, അതെന്താണ് എന്ന് എനിക്കറിയത്തില്ല, അവർക്ക് കാറ് മേടിച്ചു കൊടുത്തത് ഞാനാണ്, മാസം ഞാൻ അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, എൻ്റെ ചിലവിലാണ് അവരെല്ലാം ജീവിക്കുന്നത്, എന്നിട്ടും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഞാൻ ശത്രുവാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും, അതെന്താ പപ്പ അങ്ങനെ, ഒരു കാര്യമില്ലാതെ ശത്രുവായിട്ട് അങ്ങനെ കാണുമോ എന്ന് ചോദിക്കുക. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെനിക്കറിയത്തില്ല, എന്നെ ശത്രുവായിട്ടാണ് അവർ കാണുന്നത്, അതുപോലെ തന്നെ എനിക്ക് അവരെയും കാണുന്നത് ഇഷ്ടമല്ല, അവരെ കണ്ടു കഴിയുമ്പം എൻ്റെ ശരീരം
മൊത്തം വിറങ്ങലിച്ച് വരും. എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് അവരോട്. പിന്നെ അവരിവിടെ വന്നപ്പോൾ അവരോട് കയറിയിരിക്കാൻ പറഞ്ഞത് എൻ്റെ മര്യാദയാണ്. ആ മര്യാദ കാണിക്കാനും മര്യാദകേട് കാണിക്കാനും എനിക്കറിയാം എന്ന് പറയും. എന്നിട്ട് അലീനയോട് ചോദിക്കും, അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പം അലീന പറയും, ആ പറഞ്ഞു എന്ന് പറയുമ്പം എന്നിട്ട് നീ എന്താ തിരിച്ചു പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഞാനൊന്നും പറഞ്ഞില്ല, ഒരു 90 ദിവസത്തെ അവധി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ പപ്പ നല്ലത്, ഞാൻ വേണേൽ തിരിച്ചു പോയിക്കോളാം. ഞാൻ കാരണം പപ്പയുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്, സമാധാനമല്ലേ എല്ലാവർക്കും വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, നീ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ തിരിച്ചു പോകാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ നീ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാനില്ല. എൻ്റെ ജീവിതം പണ്ടും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്, ഇനി നീ പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ വർഷങ്ങളായി ഇവിടെ തനിച്ച് ജീവിക്കുന്നത്. ഞാൻ ഉണ്ടോ ഉറങ്ങിയോ എനിക്കെന്തെങ്കിലും അസൗകര്യമുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊന്നും ഇതുവരെ ആരും അന്വേഷിച്ച് വന്നിട്ടില്ല. പിന്നെ നീ വന്നപ്പം അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, അവർക്കെല്ലാം അറിയണമായിരിക്കും ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനൊരു മോള് പെട്ടെന്ന് ഇവിടെ വന്നത്, എങ്ങനെയാണ്, എന്താണ് സാഹചര്യം എന്നൊക്കെ അറിയണമായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പം പപ്പയുടെ സ്വത്തൊക്കെ ഞാൻ അടിച്ചു മാറ്റുമോ, എല്ലാം എൻ്റെ പേരിലാക്കുമോ, അവർക്കൂടെ അവകാശമുള്ളത് ഞാൻ കൊണ്ടുപോകുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ടാവും പപ്പ, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് അലീന അതിൻ്റെ കൂടെ പറയും, അവരോട് പപ്പ പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്കൊന്നും വേണ്ട, പപ്പ എനിക്കൊന്നും തരുന്നില്ല, അതുകൊണ്ട് അവരുടെ അവകാശങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പപ്പ അവരെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ അവരെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഏതായാലും ഇനിയും വരും എന്ന് പറഞ്ഞിട്ടല്ലേ പോയേക്കുന്നത്, വരട്ടെ, എല്ലാം നല്ല രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയും. അന്നേരം അലീന പറയും, എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് പപ്പയുടെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ. ഇപ്പം തന്നെ പപ്പ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അത് പപ്പയ്ക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ട് പപ്പ ടെൻഷൻ അടിക്കരുത്, അതെനിക്ക് വിഷമമാണെന്ന് പറയുമ്പം എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കൊന്നും വേണ്ട. പിന്നെ എൻ്റെ കാര്യം നോക്കാനും നിൻ്റെ കാര്യം നോക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ, അത് അവർ മനസ്സിലാക്കുന്നില്ല, അതാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി റൂമിൽ നിന്ന് അങ്ങ് പോവാം കേട്ടോ. പാവം, അതൊക്കെ കാണുമ്പം വിഷമം തോന്നും. എന്തായാലും സ്റ്റാൻലി അങ്ങ് പോയി കഴിയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.